സംസ്കാരം നമ്മെല്ലാവരും പൊതുവായി പറയപ്പെടുന്ന ഒരു വിഷയമാണ്. സംസ്കാരം ആർക്കാണുള്ളത്? സംസ്കാര സമ്പന്നരായവർ, സംസ്കാര വ്യാപനം നടത്തുന്നവർ, സംസ്കാര നായകർ എന്നൊക്കെ പലതിനെക്കുറിച്ചും പറയാറുണ്ട്. അപ്പോൾ ഈ സംസ്കാരം എന്നത് എന്താണ്? സംസ്കാരത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? മനുഷ്യർക്ക് മാത്രമാണോ സംസ്കാരമുള്ളത്? മറ്റ് ജീവജാലങ്ങൾക്ക് സംസ്കാരമില്ലേ? നാം അന്വേഷിക്കുമ്പോൾ മനുഷ്യൻ പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് അവരുടേതായ നിലയിലുള്ള ജീവിത രീതിയും ജീവിതശൈലിയും സംസ്കാരവും അച്ചടക്കവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നമുക്ക് അവരുടെ ഭാഷ അറിയാത്തതുകൊണ്ട്, അവരെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് കൂടുതൽ അറിയുന്നില്ല എന്ന് മാത്രം. എല്ലാ ജീവജാലങ്ങൾക്കും അവയ്ക്ക് അവരുടേതായ ഒരു ലൈഫ് ഓർഡറുണ്ട്, ജീവിത രീതിയുണ്ട്. ആ ജീവിത രീതി എന്ന് പറയുന്നത് എന്നുണ്ടായി എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത്. പ്രകൃതിയുടെ ആരംഭകാലം മുതൽ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിനൊരു നീതിയുണ്ട്. ആ പ്രപഞ്ച നീതി എന്ന് പറയുന്നത് ആര് എവിടെ നടപ്പിലാക്കി എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുക പൊതുവിൽ. അവിടെയാണ് ഭാരതത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം വെച്ച് നമ്മുടെ പൈതൃക അറിവിനെ പശ്ചാത്തലമാക്കി വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ബ്രഹ്മദേവൻ്റെ നിദ്രാവേളയിലേക്ക് കടക്കുന്ന അവസരത്തിലാണ് പ്രളയമുണ്ടാകുന്നതെന്നും, അങ്ങനെ ബ്രഹ്മദേവൻ പ്രളയത്തിലേക്ക് കടക്കുന്ന സാമൂഹ്യാവസ്ഥ അദ്ദേഹം നിദ്രയിലേക്ക് കടക്കുമ്പോൾ ബ്രഹ്മദേവൻ്റെ മുഖത്ത് നിന്നും വേദങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് കാലകേയന്മാർ പോയി എന്നും, ആ കാലകേയന്മാരിൽ നിന്ന് വേദങ്ങളെ മോചിപ്പിക്കുവാൻ ശ്രീഹരി മഹാവിഷ്ണു മത്സ്യാവതാരം പൂണ്ടു എന്നും ആ വേദങ്ങളെ വീണ്ടെടുത്തുമെന്നാണ് ഐതിഹ്യം. ഈ വേദങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ് വീണ്ടെടുത്തത്? വേദങ്ങൾ എന്താണ്? വേദങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ ഈ ഓർഡർ എന്ന് പറയുന്നത്, ലൈഫ് ഓർഡർ എന്ന് പറയുന്നത്. മനുഷ്യനായാലും മറ്റെല്ലാ ജീവജാലങ്ങളായാലും സസ്യവർഗങ്ങളായാലും ജന്തുവർഗങ്ങളായാലും എല്ലാത്തിനും ഒരു ലൈഫ് ഓർഡർ പ്രപഞ്ചത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ വേദങ്ങളിലൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് അത് കാലകേയന്മാർ തട്ടിയെടുത്ത് പോയപ്പോൾ അതിനെ മോചിപ്പിക്കുവാനായി മഹാവിഷ്ണു മത്സ്യാവതാരമെടുത്ത് അവതരിച്ചുകൊണ്ട് കാലകേയന്മാരെ വധിച്ച് വേദങ്ങളെ വീണ്ടെടുത്തത് എന്ന് നാം അറിയുന്നത്, ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായി അറിയുന്നതാണ്. ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ലോക സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമാണ്. ഭാരതമാണല്ലോ ലോകത്തിൻ്റെ അധിപസ്ഥാനത്ത് വെക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത്. ഭാരതത്തിൻ്റെ യുഗങ്ങൾക്കപ്പുറമുള്ള കാലഘട്ടത്തിലെ സംസ്കാരത്തെക്കുറിച്ച്, അന്ന് മനുഷ്യൻ നേടിയ നേട്ടങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് പലവിധങ്ങളായ രേഖപ്പെടുത്തലുകൾ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ മാറി മാറി വന്ന ജനസമൂഹത്തിൻ്റെതായ മാറ്റങ്ങൾ ധാരാളമാണ്. ഇത്രയും മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും മനുഷ്യന് മാറ്റമുണ്ടായോ? മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് പോലെ, മനുഷ്യൻ മനുഷ്യനെ ആക്രമിക്കുന്നത് പോലെ, മനുഷ്യൻ മനുഷ്യനെ കൊള്ളയടിക്കുന്നത് പോലെ, മനുഷ്യൻ മനുഷ്യനെ പീഡിപ്പിക്കുന്നത് പോലെ മറ്റൊരു ജീവിയും ചെയ്യുന്നില്ല എന്നാണ് പ്രപഞ്ച നീതിയെക്കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനാണ് ഏറ്റവും ക്രൂരമായി പെരുമാറുന്ന ജന്തു എന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തെ പ്രകൃതിയൊക്കെ യാതൊരു ലക്കൻ ലഗാനുമില്ലാതെ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു കാലം കൊണ്ടോ രൂപപ്പെടേണ്ട ഒന്നല്ല. ഇപ്പോൾ നാം കാണുന്ന കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്ന മനുഷ്യൻ ഏറ്റവും സംസ്കാര സമ്പന്നനാണ് എന്ന് നാം അവകാശപ്പെടുമ്പോൾ
നല്ല വേഷം ധരിക്കുന്നത് കൊണ്ട്, നല്ല ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട്, നന്നായി മുടി ചീകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നല്ല ഭവനങ്ങൾ വച്ചിരിക്കുന്നത് കൊണ്ട് സംസ്കാര സമ്പന്നർ എന്ന് നാം വിശേഷിപ്പിക്കുന്നു. വാസ്തവത്തിലാണോ? ആരാണ് യഥാർത്ഥത്തിൽ സംസ്കാര സമ്പന്നനായ വ്യക്തി അല്ലെങ്കിൽ സംസ്കാര സമ്പന്നനായ വ്യക്തി? സംസ്കാരം എങ്ങനെയാണ്? ഒരാളിനോട് പകയും വിദ്വേഷമില്ലാത്ത ശുദ്ധമായ മനസ്സ് മനുഷ്യൻ എന്നുണ്ടാകുമെന്നുള്ളതാണ്. മനുഷ്യൻ്റെ മനസ്സിൽ പകയും വിദ്വേഷം കൂടുമ്പോൾ അത് ക്യാൻസറിന് തത്തുല്യമായ രോഗമാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരാളിനോട് വിദ്വേഷമുണ്ടായാൽ, അസൂയുണ്ടായാൽ അത് വലിയ രോഗമാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ രോഗവും കൊണ്ടാണ് നടക്കുന്നത്. ഈ സംസ്കാരത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ മുക്തമായ ജനസമൂഹത്തെ എന്ന് ആർക്ക് വാർത്തെടുക്കാനാവും? ഞാനിവിടെ പറയാൻ കാരണം, ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ എന്തെന്നില്ലാത്ത സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തുക്കളായ വ്യക്തികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരെയാണ് ഭാരത് സേവക് ബഹുമതി നൽകി ഭാരത് സേവക് സമാജം ആദരിക്കുന്നത്. രാജ്യത്ത് എമ്പാടും പ്രഗത്ഭമതിയായ ആളുകളെ കണ്ടെത്തി ഭാരത് സേവക് ഉപഹാരം നൽകുക എന്നത് BSSന്റെ ഒരു അംഗീകൃത ദേശീയ പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ വിധം ആൾക്കാർ എത്തിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, എത്ര വ്യത്യസ്തമായ തുറകളിൽപ്പെട്ട മഹത്തുക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവരെല്ലാവരും തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് ഇടപെട്ടിരിക്കുന്നത്. സമൂഹവുമായി ബന്ധപ്പെട്ട, സമൂഹത്തിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട ആളുകളാണ്. എഴുത്തുകാരായാലും മറ്റ് സാമൂഹ്യ പ്രവർത്തകരായാലും വിദ്യാഭ്യാസ പ്രവർത്തകരായാലും എല്ലാവരും. എൻ്റെ സ്വന്തം കാര്യം ഞാൻ നോക്കി എന്ന് പറയുന്ന ഒരാളുമില്ല. എനിക്ക് വലിയ വീട് വെച്ചു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നാരും പറയുന്നു. എല്ലാവരും സമൂഹത്തിനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തതിനെക്കുറിച്ച്, സമൂഹവുമായി ബന്ധപ്പെടുന്നതിനെക്കുറിച്ച്, അതായത് സമൂഹത്തിൽ ചെറിയ ചലനമെങ്കിലും ഉണ്ടാക്കുവാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തികളെയാണ് നാം ഇവിടെ ആദരിക്കുന്നത്. ആ വ്യക്തിത്വങ്ങളാണ് ആദരിക്കുന്നത്. സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ, സമൂഹത്തിന് എന്തെങ്കിലും ചെറിയ ചലനമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മഹത്തായ പശ്ചാത്തലമുള്ള വ്യക്തിത്വങ്ങളെ ഭാരത് സേവക് ബഹുമതി നൽകി BSS ആദരിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള മഹത്തുക്കളായ വ്യക്തികളെ ആദരിക്കുക വഴി ഭാരത് സേവക് സമാജാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത്. നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആളുകളെ രാജ്യത്തെമ്പാടും ഭാരത് സേവക് സമാജ് ഇത്തരം ബഹുമതി നൽകി ആളുകളെ ആദരിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം ആഘോഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ 77 വർഷം പിന്നിട്ട് 75 വർഷമാണ് അമൃത മഹോത്സവമായി ആഘോഷിച്ചത്. ഇപ്പോൾ 77 വർഷമാവുകയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ. ഭാരതം ഇന്ന് ലോകത്തിൻ്റെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്നു എന്നാണ് നാം വിശ്വസിക്കുന്നതും കേൾക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ അവസ്ഥ. സാമൂഹ്യ സാമ്പത്തിക നിലയിലാണ് ഒന്നാം നിരയിലേക്ക് എത്തണമെന്ന് നാം പറയും. പക്ഷേ സാംസ്കാരികമായി സാമൂഹ്യ ഔന്നത്യമുള്ളവരായി ലോകത്തിൻ്റെ ഒന്നാം നിരയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എത്തുമോ? ലോകത്തിലെ ഏറ്റവും സംസ്കാര സമ്പന്നമായ ജനസമൂഹമുള്ള ഒരു നാടായി ഭാരതം മാറണ്ടേ? ആ നിലയിലേക്കുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കുവാൻ, അങ്ങനെയുള്ളൊരു ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ, ആ റാങ്കിങ് നോക്കുമ്പോൾ നാം എവിടെ നിൽക്കുന്നു? ആ സംസ്കാരത്തെക്കുറിച്ച്, അത്തരമൊരു ജീവിതരീതി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും വരും കാലഘട്ടത്തിൽ നിങ്ങൾ പരസ്പരം പങ്കുവയ്ക്കണം, നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്തുവാൻ, നമ്മുടെ സമൂഹത്തെ ശക്തിപ്പെടുത്തുവാൻ എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഭാരത് സേവക് ഉപഹാരങ്ങൾ സമർപ്പിക്കുകയാണ്.